നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. കുറച്ച് പണിപ്പെട്ട നമുക്ക് സമയമില്ല, 8 മണിക്ക് നമുക്ക് ഫിലിമിന് പോകണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണിപ്പുരയിലോട്ട് തുടങ്ങാം. കുറച്ചധികം തന്നെ സാധനങ്ങളൊക്കെ ഇട്ട് മെനക്ക് റെഡിയാക്കിയാണ് നമുക്ക് പോകാൻ. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ടോണറാണ്. എനിക്ക് നല്ല ഗ്ലോയി ലുക്ക് വേണം ആസ് ഓൾവേസ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പം നമ്മൾ ടോണർ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ കോസാറെക്സിൻ്റെ എസൻസ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഗ്ലോയി ടച്ച് കിട്ടും. 2 കയ്യിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത ആ സെറം എൻ്റെ കയ്യിലോട്ട് ഞാൻ ഇതാക്കുന്നില്ല, പകരം ഒരു കൈ കൊണ്ട് നമ്മൾ ഫുള്ളും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫേസിൽ തന്നെ അത് നിൽക്കും. 2 കയ്യിലും ആക്കി ഇനി 2 കയ്യിലും കൂടെ ആ സെറം ചുമ്മയാക്കുന്ന എന്തിനാണ്? കണ്ടോ, എസൻസ് ഇട്ടപ്പോഴുള്ള ആ ഒരു ഗ്ലോ കണ്ടോ? എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കോസാറെക്സിൻ്റെ ഈ ഒരു എസൻസും ഓൾ ഇൻ വൺ ക്രീമും കൂടെ ഉണ്ട്. പക്ഷെ അതിപ്പം എൻ്റെ കയ്യിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, തീർന്നുപോയി. ഈ എസൻസ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് അടുത്ത മോയ്സ്ചറൈസർ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കോസാറെക്സിൻ്റെ എസൻസ് ഇട്ട് കൊടുത്തു. നല്ലൊരു ഗ്ലോയി ഇല്ലേ? ഇത് നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. മൈ ഫേവറേറ്റ് ഇതാണ് ഫ്ലിക്കിയുടെ പ്രൊഫഷണൽ സിൽക്ക് ടച്ച് എന്ന് പറയുന്നത്. ഒരു ഇച്ചിരി പോലെ മതി, പക്ഷെ നല്ല ഗ്ലോയി ആൻഡ് ഹൈഡ്രേറ്റിംഗ് ആണ്. ഓയിലി സ്കിൻ ഉള്ളവർ ഈ ഒരു സാധനത്തെക്കുറിച്ച് ഓർക്ക കൂടെ വേണ്ട, പണിപാടും. ഓയിലി സ്കിൻ ഉള്ളവർ, ഡ്രൈ സ്കിൻ ആൻഡ് നോർമൽ സ്കിൻ ഉള്ളവർക്ക് ഇതൊരു അടിപൊളി കിഡിലോസ്കി സാധനമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മോയ്സ്ചറൈസറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അടിക്കടിക്ക് ഇടുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ ഇതെല്ലാം കൂടെ അബ്സോർബ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. സോ ആ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് ലിപ് ബാം ഇടാം. അപ്പം ഞാൻ എൻ്റെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഞാൻ ലിപ് ബാം ഇടുന്നില്ല, ബിക്കോസ് എനിക്ക് ലിപ് ബാം ഇട്ടിട്ട് എൻ്റെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് മാത്രം കുറച്ച് ലിപ് ബാം ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പണിപ്പുരയിലോട്ട് തുടങ്ങാം. അതിന് മുന്നേ നമുക്ക് എന്ത് വേണം? നൈറ്റാണ് നമ്മൾ പോകുന്നത്, പക്ഷേ നമുക്ക് സൺസ്ക്രീൻ മുഖ്യം. സോ കുറച്ചേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഇത് നിങ്ങൾ പകലിടുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റി എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നൈറ്റാണ് ഞാൻ പോകുന്നത്. നൈറ്റ് പോയാലും നമുക്ക് സൺസ്ക്രീൻ മസ്റ്റായിട്ടും വേണം. ചില സമയത്ത് എനിക്ക് ഇവിടം വെച്ച് അങ്ങ് വൈൻഡപ്പ് ചെയ്യാൻ തോന്നും. ഈ ഒരു ഗ്ലോ കണ്ടിട്ട് എനിക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും ലെയറപ്പ് ചെയ്യാൻ എനിക്ക് ഓണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നാറില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചും കൂടെ ടച്ചപ്പ് ചെയ്യണം. എന്തായാലും നമ്മൾ മെനകെട്ട് ഇറങ്ങി. ഇനി നമുക്കങ്ങ് കുളിച്ചിട്ട് കയറാം. ഓക്കെ, സൺസ്ക്രീനും കൂടെ ഇട്ടു. ആ ഗ്ലോ കാണുന്നുണ്ടോ നിങ്ങൾ? ഇനി നമുക്ക് നെക്സ്റ്റ് ഗ്ലോയി ആണ്. നെക്സ്റ്റ് ഗ്ലോയിൻ്റെ മെയിൻ ഐറ്റമാണ് സ്ട്രോക്ക് ക്രീം. ഇത് വന്നിട്ട് സൺസ്ക്രീൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ബ്യൂട്ടി ഓഫ് ജോസിയാണ് സൺസ്ക്രീൻ. ഇത് NYBയുടെ സ്ട്രോക്ക് ക്രീമാണ്. ഗ്ലോയി ലുക്ക്. ഇത് എത്രയും സെറ്റാകുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ എത്ര മേക്കപ്പ് ഇട്ടാലും ആ ഗ്ലോയി ടച്ച് നമുക്ക് കിട്ടും. ഞാൻ എന്തായാലും പൗഡർ യൂസ് ചെയ്യത്തേ ഇല്ല. എനിക്കിഷ്ടമല്ല പൗഡർ. വളരെ റെയറായിട്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഇപ്പം ഞാൻ നമ്മുടെ മേക്കപ്പ് ഒന്ന് കുറച്ചും കൂടെ ഇതായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്ലോയി, ഒരു പിങ്കിഷ് ലുക്ക് കിട്ടും. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെല്ലാം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരുന്നത്. വളരെ കുറച്ചേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, പക്ഷേ ഐ മേക്ക് ഷുവർ ഞാൻ ഇടുന്നുണ്ടെന്ന് കുറച്ച്. കാരണം ഓൾറെഡി നല്ല ബേസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലോ ആവാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഞാൻ സ്ട്രോക്ക് ക്രീം ജസ്റ്റ് ഒരു കുറച്ച് കണ്ടോ. ഇനി നമ്മുടെ
പണിപ്പുരയിലോട്ട് നമുക്ക് പോവാം. അതിന് വേണ്ടി നമുക്ക് കൺസീലർ വേണം. കൺസീലർ, ഈ കൺസീലർ എന്തെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. ഇതുണ്ട്, ഇത് കണ്ടോ, ഇത് 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 കാണത്തില്ല, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ഇതിന് വേണ്ടി ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും. ഒരുപാട് ബ്രഷ് ഇട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് അതിനൊന്നും ഇതാക്കത്തില്ല. ജസ്റ്റ് കൈ കൊണ്ട് ഞാൻ ഡാബ് ചെയ്ത് സെറ്റിൽ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം നമ്മൾ ഹൈഡ് ആക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ മെബിലിൻ്റെ കൺസീലർ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മോസ്റ്റ്ലി ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങോട്ട് ഐലൊക്കെ പോയിട്ട് അങ്ങനെ ചെയ്യും. ഫൗണ്ടേഷൻ ഇടത്തില്ല എന്നല്ല, ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ ഭയങ്കര ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് അങ്ങ് നിർത്തും. ബട്ട് ഇന്ന് ഞാൻ കുറച്ച് നന്നായിട്ട് മേക്കപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. വീട്ടിൻ്റെ തൊട്ടടുത്ത് പോകാനാണ്, ബട്ട് സ്റ്റിൽ നമ്മളൊരു മനസ്സമാധാനത്തിന് ഇത് രണ്ടും കൂടെ ആയിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ വേണ്ട. കണ്ടോ, ഫുൾ ക്ലീൻ ആൻഡ് ക്ലിയർ ആയി. ഇനി നമുക്ക് എന്തിനാണ് ഫൗണ്ടേഷൻ? എനിക്ക് ഫൗണ്ടേഷൻ വേണ്ടെന്ന് എനിക്കിപ്പോൾ അങ്ങ് തോന്നുവാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് നമുക്ക് തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് നമ്മുടെ ഐ മേക്കപ്പിലോട്ട് പോവാം. അപ്പം നമുക്ക് എന്തെങ്കിലും തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാം. ഞാൻ എൻ്റെ ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരു മെനയായിട്ട് ഇരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ദിഗംബരൻ്റെ പോലെ ഇരിക്കും. ഇപ്പം മാസിൻ്റെ എടുത്തിട്ടാണ്, അയ്യോ കുറച്ച് കൂടിപ്പോയി, ഷിറ്റ്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് മാസിൻ്റെ ഐബ്രോ പാലറ്റ് ഓൾവേസ് മൈ ഫേവറേറ്റ്. കണ്ടോ, സെറ്റല്ലേ? ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പുകഴ്ത്തുന്നു. ചുമ്മാ വയസ്സ് അടിപൊളിയായിരുന്നു. മാസിൻ്റെ ഈ ഐബ്രോ പാലറ്റ് അടിപൊളിയാണ്. പിന്നെ ഇന്ന് ഞാൻ ത്രെഡ് ചെയ്തതും കൂടെ കൊണ്ടാണ് അടിപൊളിയായിട്ട് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര പെർഫെക്ഷനിൽ കിട്ടത്തില്ല. ഇതിലെല്ലാവരും പറയും ബ്ലാക്ക് എടുക്കത്തില്ല, ബ്രൗൺ ആണ് എടുക്കുന്നതെന്ന് പറയും, അതായത് ഐബ്രോസ് സെറ്റ് ചെയ്യുമ്പോഴേക്കും. പക്ഷെ ഞാനുണ്ടല്ലോ എല്ലാത്തിനും ഇങ്ങനെ സ്വാച്ച് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഐബ്രോസിൻ്റെ ഒരു തിക്കും കളറും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. അപ്പം സെറ്റായോ? ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കണ്ണിനടിയിൽ കൂടെ നമുക്കങ്ങ് കുറച്ചായിട്ടൊന്ന്, എന്തായാലും നമ്മൾ പോവുമല്ലേ, സോ നമുക്ക് കുറച്ചായിട്ടൊന്ന് ചായം പുടർത്തിയിരിക്കാം. പിങ്കാണ്. അപ്പം ഞാൻ ഇതെടുക്കാം നമുക്ക് ഫസ്റ്റ് ബേസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഒരുപാട് ഇതാക്കും, നിങ്ങൾക്ക് കാണുന്നില്ല. ഇതിട്ട് ഞാൻ ഫുള്ളൊന്ന് ബേസ് സെറ്റ് ചെയ്യും. അറിയത്തേ ഇല്ല, ലൈറ്റ്, നമുക്ക് അങ്ങനത്തെ ബേസ് മതി. അങ്ങനെ അങ്ങ് ബേസ് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടും സെയിം ആയോന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇന്നർ കോർണറിലൊക്കെ നമ്മൾ മറന്നു പോകരുത്. ഇന്നർ കോർണറിലൊക്കെ നമ്മൾ തന്നെ ഇടണം, വേറെ ആരും ഇടത്തില്ല. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഇതിൻ്റെ ഈ സാധനമാണ്. ഇത് രണ്ടും ഗ്ലിറ്ററിയാണ്. അപ്പം ഇത് രണ്ടും ഇട്ട് നമ്മൾ നടുക്ക് ഫസ്റ്റ് സെറ്റ് ചെയ്യും. എന്താണെന്നറിയത്തില്ല, ഞാൻ കണ്ണിൽ ഐലൈനറൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഇങ്ങനെ പോകും. അതെന്താ, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോ? ഞാനിപ്പം കൺട്രോൾ ചെയ്തതാണ്, അല്ലായിരുന്നെങ്കിൽ അങ്ങനെ പോയേനെ. നമുക്ക് നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്ത് നല്ല ഇതിനൊക്കെ എന്തോ ആയിട്ടുണ്ട്.
കണ്ടോ, ഈ ഒരു ലൈറ്റ് സാധനം മതി. എനിക്കിങ്ങനെ ഓവറാക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം ഇന്ന് ഞാനൊരു ഗ്ലോയി ലുക്കാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് കണ്ണ് ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് കൊടുത്ത് ഡാർക്ക് ആക്കാൻ താല്പര്യമില്ല. പിങ്കി വേണം എനിക്ക്, പിങ്കി. കണ്ടോ, ലുക്ക് അറ്റ് മൈ ലാഷസ്. കൊള്ളാല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഐ ലൈനർ എടുക്കണം. ഐ ലൈനർ എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ വരച്ചു കൊടുക്കണം. എനിക്ക് ഫോണിൽ നോക്കി ഐ ലൈനർ വരച്ച ശീലമില്ല. ഐ ആം വെരി ബാഡ് ഇൻ ദാറ്റ്. സോ നമ്മൾ വരച്ചു കൊടുക്കും. ഓക്കെ, അപ്പം നമ്മുടെ കണ്ണിവിടെ സെറ്റായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ, നമ്മളെ കണ്ണിവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ മെയിൻ സാധനം. ദാറ്റ് ഈസ് മൈ ലിപ്സ്റ്റിക്. ഞാൻ ചിലപ്പം ഫൗണ്ടേഷൻ ടച്ചപ്പ് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു മൂഡ് പോലെ. അപ്പം നമുക്കിപ്പം ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് നോക്കാം. ഷെയ്ഡ് പറഞ്ഞില്ലല്ലോ, മെബിലിൻ 50 Voyager 50. ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്, കാണിച്ചു തരാം. ഇത് ഔട്ടർ ലൈൻ ഈ 50 Voyager കൊണ്ട് കൊടുക്കും. ഈ ഔട്ടർ ലൈൻ 15 Voyager കൊണ്ട് കൊടുത്തിട്ട് ഇത് മെബിലിൻ്റെ മേഡീസ് 11 മേഡീസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഈ ഷെയ്ഡാണ് ഞാൻ അകത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഭയങ്കര അടിപൊളി ഷെയ്ഡ് കിട്ടും. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ്. അപ്പം നമ്മുടെ മേക്കപ്പ് സത്യം പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൗണ്ടേഷൻ ഇടണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ആൻസർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഒന്നും കേൾക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ആകെ കൺഫ്യൂഷനിലിരിക്കുമോ. നമുക്ക് ഇത് വെച്ച് അങ്ങ് വൈൻഡപ്പ് ചെയ്യണോ അതോ ഫൗണ്ടേഷൻ ഇടണോ? സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പോയി എൻ്റെ ഹെയർ ഒന്ന് ഡ്രൈ ചെയ്ത് സെറ്റാക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ലുക്ക് നോക്കാം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റായിട്ടൊരു ഫൗണ്ടേഷൻ കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ പോയി ഹെയർ സെറ്റ് ചെയ്യട്ടെ. സോ ഗൈസ്, ഞാൻ മുടി കൂടെ സെറ്റ് ചെയ്തപ്പോഴേക്കും എനിക്കിത് ഓക്കെയാണ്. കൊള്ളാം അല്ലേ? അപ്പോൾ ഞാനിനി ഫൗണ്ടേഷനൊന്നും ഇട്ട് ഇതാക്കുന്നില്ല, കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. സോ ഞാൻ പോയി ഫിലിം കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.